രാവിലെ എണീറ്റ് ദോശയും കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ആദ്യം തന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. പാൻ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച് പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിങ്ങോട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കരുതും ആദ്യം തേങ്ങ ചിരകിയതാണല്ലോ ഇട്ട് കൊടുത്തതെന്ന്. അത് മെയിനാക്കേണ്ട ചെറിയൊരു കയ്യബദ്ധം. ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് പഴത്തിലൊക്കെ പഞ്ചസാര പിടിച്ചെന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയും പഴം എല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാനിതേ ഈ ഒരു ഭാഗത്തേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലോട്ടായിട്ട് ഞാൻ പ്രത്യേകിച്ച് മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മധുരം ആഡ് ചെയ്തത് തന്നെ അതിലേക്ക് മിക്സ് ആക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഓംലേറ്റ് നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ചിക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഇതിനെ പഴം വാട്ടിയത് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയും, എന്നാലും ഞാൻ പറയും. ഞാനിത് അധികം മോള് സ്കൂളിട്ട് വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴും രാവിലെയും കഴിക്കാറുണ്ട് കേട്ടോ. ഈസി ആണേനും എന്നാൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ആക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ശരി, എന്നാൽ ടാറ്റാ, ബൈ ബൈ.